കേരള കലാചരിത്രത്തിൽ ആദ്യമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100ഓളം ചിത്രകലാകൃത്തുക്കളെ പങ്കെടുപ്പിച്ചിട്ടുള്ള മൂന്നാമത്തെ എക്സിബിഷന് തയ്യാറാകുന്ന ഒരാളെന്ന നിലയിൽ 41 വർഷക്കാലമായി ചിത്രകലാ ശില്പകലാ രംഗത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും എനിക്ക് ചിലത് പറയാനുണ്ട്. ഗവൺമെൻറ് തലത്തിലും സ്വകാര്യ തലത്തിലും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ചിത്രശില്പ പ്രദർശനങ്ങളും അവാർഡുകളും ഫെലോഷിപ്പുകളും കലാപുസ്തകങ്ങളും ചിത്രശില്പകലാ പ്രവർത്തനങ്ങൾക്ക് ഭാരിച്ച ഫണ്ടുകളും നൽകിയിട്ടും ഇന്നും ചെറുതും വലുതുമായ കലാ ആസ്വാദകരുടെ വീടുകളിൽ ഒന്നും തന്നെ മൂല്യവത്തായ ഒറിജിനൽ ചിത്രങ്ങളും ശില്പങ്ങളും വില കൊടുത്ത് വാങ്ങുന്ന ഒരു സംസ്കാരം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 10,000 വീടുകൾ പരിശോധിച്ചാൽ 1-2 വീടുകളാണ് മേൽപ്പറഞ്ഞ പ്രസ്താവനയ്ക്ക് എതിരായിട്ടുള്ളത്. കല പഠിച്ച, കലയെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന, കല ജീവിതമാർഗമാക്കിയ കലാകാരന്മാരുടെ അഭാവമോ അവരുടെ കലാസൃഷ്ടികളുടെ അഭാവമോ കൊണ്ടല്ല മേൽപ്പറഞ്ഞ കലാസംസ്കാരം ഇവിടെ രൂപപ്പെടാത്തത്. കലയുടെ ദുരുപയോഗങ്ങളും അതാതു കാലഘട്ടത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ് നിയന്ത്രിത കലാസ്ഥാപനങ്ങളുടെയും മേധാവികളുടെ പക്ഷപാതപരമായ പെരുമാറ്റവും സ്വജനപക്ഷപാതവും കള്ളനാണയങ്ങളായ കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളിലെ മദ്യമയക്കുമരുന്നുകളുടെയും വഴിവിട്ട ജീവിതങ്ങളുടെയും അദൃശ്യമായ സാന്നിധ്യവും ആർട്ട് ക്രിട്ടിക്കലുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയുമാണ് മേൽപ്പറഞ്ഞ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. കലയുടെ സൈദ്ധാന്തിക വശങ്ങളും ഇസങ്ങളും മനസ്സിലാകാത്ത നിർവചനങ്ങളും ഭാഷാപ്രയോഗങ്ങളും ചരിത്രങ്ങളും കൊണ്ട് സാധാരണ കലാ ആസ്വാദകർ തീർത്തും മുഷിഞ്ഞു പോകുന്ന ലാളിത്യമില്ലായ്മയാണ് ഏത് നാട്ടിലും ഏതു കാലത്തും കലാക്രിട്ടിക്കുകൾ കൈക്കൊണ്ടിരുന്നത്. ഇതാണ് കലയുടെ ശാപവും. കലയെ സാധാരണക്കാരുമായി അടുപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആർട്ട് ക്രിട്ടിക്കുകളുടെ അളവ് തൂക്കങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ പുനഃചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം ആർട്ട് ക്രിട്ടിക്കുകളുടെ അവജ്ഞയും അവഗണനയുമാണ് ചിത്രശില്പകലകളെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്താൻ പ്രേരകമായ 4 പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. മേൽപ്പറഞ്ഞ മറ്റ് 3 കാരണങ്ങൾ യഥാക്രമം തുടർ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.